ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PN ക്രിയേഷൻസ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പുട്ട് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പുട്ട് കൊണ്ടുള്ള ഒരു ഉപ്മാവ് എന്ന് പറയാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 2 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, 2 തണ്ട് കറിവേപ്പില, പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പീസ് പുട്ട്. ആദ്യം തന്നെ നമുക്ക് ഈ പുട്ട് ഒരിളം ചൂടിൽ തന്നെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പൊടിച്ചെടുക്കണം. പുട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് റേഷൻ അരി കൊണ്ട് വീട്ടിൽ തന്നെ ഞാൻ പൊടിച്ചെടുത്താണ്. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കട്ടയില്ലാതെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് സുമാറായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പം ഗോൾഡ് വിന്നറിൻ്റെ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/2 സ്പൂണ് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിടുമ്പോൾ ഉള്ളിയുടെ പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് മാത്രം മതി. നമ്മൾ പുട്ട് ഉണ്ടാക്കുമ്പോൾ പുട്ടിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഉള്ളിക്ക് മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചെറിയ പിള്ളേർക്ക് കൊടുക്കാനാണെങ്കിൽ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉടച്ചു വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഡ്രൈ ആവുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്. ഇത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിയിൽ പിടിക്കാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുട്ട തോരനൊക്കെ ചെയ്യില്ല, അതേമാതിരി തന്നെ ഇത് കരിഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കണം. ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് പൊടിച്ചു വെച്ച പുട്ട് കൂടി ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് നമ്മൾ ചട്ടി കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്ക് നോർമലായിട്ട് ഇത് വിട്ട് വിട്ട് വന്നോളും, അടിയിൽ പിടിക്കാതെ. ഈ ഒരു റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയിൽ കഴിക്കാനാണെങ്കിലും ഒക്കെ നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ ബാക്കി വരില്ല. അപ്പം പുട്ടിങ്ങനെ ബാക്കി വരികയാണെങ്കിൽ രാത്രിയിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് സ്റ്റീം ചെയ്തിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. 5 മിനിറ്റത്തെ പണിയേ ഉള്ളൂ ഇത് ചെയ്യാനായിട്ട്. അപ്പം നമ്മളെ മുട്ട സുമാറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ച പുട്ട് കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുട്ടിന് വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഞാനിപ്പോൾ ഒഴിച്ച വെളിച്ചെണ്ണ അത് സ്കിപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ
തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സുമാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മളെ പുട്ടിൻ്റെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിന് നന്നായി വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നോൺ സ്റ്റിക്കിൽ ചെയ്ത മാതിരി തന്നെ. അപ്പം നമ്മളെ പുട്ടിൻ്റെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.